ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തിൽ മീനം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. കന്നിരാശി അഥവാ കന്നിക്കൂർ. ഉത്തരം മുക്കാൽ അത്തം ചിത്തിരാരുടെ 2 നക്ഷത്രമാണ് കന്നിക്കൂർ എന്ന് പറയുക. ഇവർക്ക് ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ അനുകൂലമായ മാസം തന്നെയാണ് ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുക. ജൂലൈ 11 എന്താണ് കുജനും വ്യാഴം കൂടെ ഒന്നിക്കുകയും ഇവർക്ക് ആ പാവകരായ കുജൻ 13 ഗുരുവിനോടുകൂടെ പോകുന്നത് ഇവർക്ക് അനുകൂലമായ ഒരു കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുക. 6 ശനി ഇവർക്ക് അനുകൂലമാണ് ഓൾറെഡി. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാൽ അനുകൂലമായ സമയം തന്നെയാണ്. 10 സൂര്യനും അതുപോലെ തന്നെ 10 ശുക്രൻ 11 ബുധൻ ഇവയെല്ലാം ഒരു ഭാഗ്യം, നമുക്ക് നല്ല അവസരങ്ങൾ, ഒരു ലക്ക്, മണി, വെൽത്ത്, ബിസിനസ്, ഇതിനൊക്കെ ഒരു പുരോഗതി അല്ലെങ്കിൽ ഇതിലോട്ടൊരു അട്രാക്ഷനിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയം തന്നെയാണ്, ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം എന്ന് പറയുക. പൊതുവെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ടൈമായിട്ട് നമുക്ക് കരുതുക. ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ മാസം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അത് മനസ്സിലാക്കുക. ഈ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മാസം നല്ല കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. കുടുംബ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വിവാഹം നോക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. പക്ഷേ പ്രണയമായിട്ടുള്ളവർ, പ്രണയത്തിലൊക്കെ നിൽക്കുന്നവർ, നിങ്ങൾക്കത് ഈ ഒരു ടൈം നിങ്ങൾക്കത് വിവാഹത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു മാസം നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലത്. നിങ്ങളിപ്പോൾ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. നിങ്ങളതിപ്പം ഒരു വിവാഹത്തിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടിയും 10 ശുക്രൻ്റെ ദൃഷ്ടിയും 11 ബുധൻ നമുക്ക് നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പങ്കാളിയൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയം തന്നെ. വിവാഹം നോക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ എക്സ്പെക്റ്റേഷനുള്ളൊരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. നമ്മൾ എന്തൊരു കാര്യം ലോജിക്കോടെ വേണം ചിന്തിക്കാൻ. നമ്മളിപ്പോൾ ഭയങ്കര രീതിയിലുള്ള ആ ഒരു പെൺകൊച്ചിനെ മാത്രം ആലോചിച്ചുകൊണ്ട് വരുന്നത് ആ പെൺകൊച്ചിനെ കിട്ടില്ല, ആ രീതിയിലല്ല. നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള എന്തൊക്കെയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ രീതിയിലുള്ള ഒരു പങ്കാളി നമുക്ക് ലഭിക്കാൻ യോഗമുള്ള ടൈമാണ്. രാഹു കേതുക്കളൊക്കെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്നിരുന്നാലും മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ വരാനും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തേക്കണേ അത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു, ആ പ്ലാൻ അതേപോലെ എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും ലഭിക്കും കേട്ടോ. മൈൻഡ്, ഫോക്കസ്, ലക്ക്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലോട്ടാണ് നമുക്ക് വരണേ. ഒരു കോൺസെൻട്രേഷൻ ലെവൽ, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുന്നത്. പൊതുവെ മനസ്സന്തോഷം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവേ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആഘോഷം, നമ്മുടെ കുടുംബത്തിൽ വെച്ചാൽ അത് ആഘോഷം നടക്കണം, സന്തോഷ വാർത്ത കേൾക്കാനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. ആരോഗ്യ സമയം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ടും ഒന്ന് വൈദ്യപരിശോധന നടത്തി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോവാതെ അതിനെ മറികടക്കാൻ ശ്രമിക്കുക, ശക്തിയോടെ മറികടക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ അധികം കന്യാരാശിക്കാരും ചോദിക്കാറുണ്ട്, വാഹനം വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങാൻ നോക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റേജായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ടായി എന്ന് വരില്ല, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ മറ്റൊരാൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക്
ഒരാൾക്ക് സപ്പോർട്ടിന് കിട്ടാത്തത്. മനസ്സിലാവും? ആ ടൈം എപ്പോൾ കിട്ടാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരാൾ വരുന്ന എപ്പോഴാണോ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സപ്പോർട്ട് ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്ന മാസമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ലൈഫായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് നല്ല രീതിയിൽ പല രീതിയിൽ സഹായം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലൈഫ് കുറച്ച് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വാടി തളരാതെ ശക്തിയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തരത്തിലുള്ള വിജയം ഈ ഒരു ജൂലൈ മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ധൈര്യത്തോടെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊരു പ്രശ്നത്തിനും നിസ്സാരമാക്കി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് ധൈര്യത്തോടെ ശക്തിയോടെ നേരിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ആ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാസം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടം അല്ലെങ്കിൽ അടുത്തൊരു തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജൂലൈ മാസത്തിൽ സാധിക്കും. അതിനനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മാസം വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് താരെയെങ്കിലും നമുക്ക് എത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സ്മൂത്ത് ആക്കാനും നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കി മാറ്റാനും അനുകൂലമായ സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അനാവശ്യമായ ടെൻഷൻ, അതുപോലെ തന്നെ അനാവശ്യമായ വർത്തമാനങ്ങൾ, അനാവശ്യമായ ചിന്താഗതികൾ, ഇതൊക്കെ എടുത്ത് നിങ്ങളുടെ ഉള്ളിനെടുത്ത് പുറത്ത് കഴിഞ്ഞാൽ കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസം നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ള നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നതാവാം. അപ്പം ആ വലിയ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്കൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പം അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ആസ്ട്രോളജി കൺസൾട്ട് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസൾട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രൊഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട്, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജിനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുല ജ്യോതിഷം നമ്മൾ
അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത് അല്ലേ. മേടരാശി അല്ലെങ്കിൽ ഇടവരാശി മിഥുനരാശി ഓരോ രാശിക്കാരുടെയും ആ ഒരു രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ് ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് അല്ലേ. ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ് നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളുമായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ കുശുമ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ചില ആൾക്കാർ വളരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ആ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ അല്ലേ. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അല്ലെങ്കിൽ നമ്മൾ പലരും പറയാണ്ട് എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല അവരെന്ത് ചെയ്യാം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേര് നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ് കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.